ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് chess.com കളിക്കാൻ പോവാണ് ഗൈസ്. നമ്മളപ്പോൾ ഇതിൽ എന്താണ് ബോട്ട്സിനായിട്ടാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഈ മാച്ച് നല്ലൊരു മാച്ച് ആവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഗൈസ്. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് നമ്മൾ ആദ്യം ബോട്ട്സിനൊപ്പം കളിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ NFL ഫിലിംസ് ഉണ്ട്, എത്രയധികം പ്ലെയേഴ്സ് ഉണ്ട്, പിന്നെ ട്രാഷ് ടോക്കേഴ്സ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ ഇതിൽ നമ്മൾ ട്രാഷ് ടോക്കേഴ്സ് ആയിട്ടാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിതിലെ എന്താണ് ഫസ്റ്റ് പ്ലെയറായ വാളീനായിട്ടാണ് കളിക്കുന്നത് ഗൈസ്, വാളി ജൂനിയർ. അപ്പോൾ നമുക്ക് അവനായിട്ട് ആദ്യം കളിക്കാം. അപ്പോൾ ഗൈസ് ടു ദ ഇൻട്രോ. ഗൈസ് അപ്പോൾ നമ്മൾ ചാലഞ്ച് മോഡ് എടുത്തിട്ടാണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് മാച്ച് തുടങ്ങാം. ഓക്കെ ഗൈസ്, അവനെന്താ പറയണേ? യു തിങ്ക് യു ആർ ദ ബെസ്റ്റ് ഓൺ ദ പ്ലേ ഗ്രൗണ്ട്, തിങ്ക് അഗെയിൻ എന്നാ. അവന് ചെറിയ ലോണിലല്ല അവൻ പറയണത്. നമുക്ക് എന്തായാലും കളി തുടങ്ങാം. D4 കളിച്ച് നമുക്ക് ക്വീൻസ് ഗാംബിറ്റ് കളിക്കാം. D4 D5 ആൻഡ് C4 കളിച്ച് നമുക്ക് ക്വീൻസ് ഗാംബിറ്റ് കളിക്കാം. അവൻ്റെ കളിച്ചേക്കണത് E6 ആണ്. സോറി, E6 കളിച്ചാൽ ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈൻഡ് ആയി ഗൈസ്. നമുക്ക് എന്തായാലും ബിഷപ്പ് വെച്ചിട്ട് നമുക്ക് ആ പിന്നുണ്ടാക്കാം അവിടെ ക്യൂവിനോട് ആയിട്ടുള്ളത്. നമ്മളിത് ഇപ്പോൾ കളിച്ച് പോവാണ് ഗൈസ്. നമ്മളിത് ആ നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്തു ഗൈസ്, ബിക്കോസ് അവൻ ബിഷപ്പ് വെച്ചു അവിടെ. അവൻ റീക്യാപ്ചർ ചെയ്തത് നൈറ്റ് കൊണ്ടാണ്, സീനില്ല. നമുക്കിപ്പോൾ എന്തായാലും പോൺസിനൊക്കെ തരുന്നുണ്ട് ഇങ്ങോട്ട്. എന്തിനാണാവോ അവൻ ഭയങ്കര നന്നായിരുന്നല്ല കളിക്കുന്നത്. അവൻ എന്നാലും പറയണത് ഭയങ്കര കാര്യമായിട്ടാണ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ക്യൂൻസിനൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിച്ചു. ഞാനപ്പോൾ അത് വേഗം എക്സ്ചേഞ്ച് ചെയ്ത് കളഞ്ഞു ഗൈസ്. കാരണം ഈ ക്യൂൻസ് അവരുടെ എന്താ പറയുക കാസലിങ് ഒഴിവാക്കാൻ ഞാൻ നോക്കിയത്, പക്ഷേ ബിഷപ്പിനെ ഞാൻ കണ്ടില്ല ഗൈസ്. അവൻ്റെ ഫ്രീ ബിഷപ്പാണ് തന്നിരിക്കുന്നത് ഗൈസ്. എന്തിനാണെന്ന് എനിക്കറിയില്ല ഗൈസ്. അവൻ നല്ല പൊട്ടത്തരത്തിലാണ് കളിക്കുന്നത് ഗൈസ്. അവൻ വെറുതെ കിടന്ന് ഓരോന്നൊക്കെ പറയാണ് ഗൈസ്. എനിക്ക് എന്തിനാണ് അവനിങ്ങനെ നമ്മളെ ദേഷ്യപ്പിടിപ്പിക്കാൻ പറയണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ഗൈസ്. ഞാനിപ്പോൾ എൻ്റെ എന്താണ് നൈറ്റിനെയും കൂടി എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് 3 പോയിൻ്റ് അപ്പായി ഗൈസ്. എനിക്കൊരു ഫ്രീ പോൺ ഉണ്ടായിരുന്നു, ഞാനത് വെട്ടി ഗൈസ്. ഗൈസ് പിന്നെ അവനൊരു അണ്ടർ എക്സ്ചേഞ്ച് ചെയ്തു ഗൈസ്. എനിക്കപ്പോൾ ഫ്രീ ആയിട്ടൊരു റൂക്ക്, ഫ്രീ അല്ല, ഒരു ബിഷപ്പ് പോയി. എന്നാലും എനിക്ക് ആ റൂക്കിനെ കിട്ടി ഗൈസ്. റൂക്ക് എന്ന് പറയുന്നത് 5 പോയിൻറ്റും ബിഷപ്പ് എന്ന് പറയുന്നത് 3 പോയിൻ്റാണ് ഗൈസ്. അപ്പോൾ എനിക്ക് റൂക്കിനെ കിട്ടി ഗൈസ്. അത് നല്ലൊരു വളരെ മണ്ടത്തരമായൊരു മൂവായിരുന്നു ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ അവൻ്റെ പോൺസിന് എടുക്കാൻ വേണ്ടി നമുക്കൊന്ന് എന്താ പറയുക 7th റാങ്കിൽ പോയിട്ടൊന്ന് ചെയ്യാൻ നോക്കാം, എടുക്കാൻ പറ്റും നോക്കാം. ഗൈസ് നമുക്കത് പറ്റിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും ചെക്ക് കൊടുക്കാം. എനിക്കിനി ചെക്ക് വയ്ക്കാനും പറ്റില്ല ഗൈസ്. നമുക്കപ്പോൾ എന്തായാലും അറ്റാക്ക് ചെയ്യാം. നമുക്ക് ആ പോൺസിനെ കിട്ടുമോ നോക്കാം. എനിക്ക് ആ 3 പോൺ എടുപ്പിച്ചിരിക്കണം വേണ്ടിയില്ലേ, ആ 3 പോൺസിനെ എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് അത് എടുക്കാം ഗൈസ്. എനിക്ക് ഫ്രീ പോൺ തന്നു ഗൈസ്. അവന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കാരണം ഇരിക്കും. ഇത് ഗൈസ് അടുത്ത ഫ്രീ പോൺ. ഇവൻ ആ പോൺ പുഷ് ചെയ്യണേ വരെ ഇപ്പം ഞാൻ വെട്ടിയ പോണിനെ പുഷ് ചെയ്താൽ മതിയായിരുന്നു. അവനത് വെട്ടിയില്ല ഗൈസ്. ഇതേ ഞാൻ എൻ്റെ പോൺസിനോട് എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കണം ഗൈസ്. അവനെനിക്കത് ഫ്രീ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിച്ചു ഗൈസ്. പക്ഷെ അവൻ ഞാൻ വെട്ടിയില്ല ഗൈസ്. എനിക്കത് അവിടെ ചെക്ക്മേറ്റ് ഡയറക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ നോക്കി ഗൈസ്. അപ്പോൾ വെട്ടി ഗൈസ്. ഞാനിപ്പോൾ ഓക്കെയാണ് ഗൈസ്. അവൻ പോൺ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനിപ്പോൾ അതേ വേഗം ആ പോണിനെ കിട്ടി. ഞാൻ മെയ്റ്റ് ആക്കാനുള്ള ശ്രമങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എനിക്കത് കിട്ടിയാൽ മതി ഗൈസ്. മെയ്റ്റ് ചെക്ക് വെച്ചു ഗൈസ്. എനിക്കിത് മെയ്റ്റ് ആക്കണം ഗൈസ്. ഞാൻ പോൺ പുഷ് ചെയ്തു. അവനടിയിൽ പോയി SI പ്രിപ്പയർഡ് ഗൈസ്. ഞാൻ ചെക്ക് വെച്ചു ഗൈസ്. അടുത്തത് ഗൈസ് എനിക്കത് കിട്ടി. ഞാനിപ്പോൾ ആ റൂക്കിന് എടുത്തു ഗൈസ്. ഞാൻ പോണിനെ പ്രൊമോട്ട് ചെയ്തു. ഇപ്പം എനിക്ക് വളരെ എളുപ്പത്തിൽ ഇനി അവനെ മെയ്റ്റ് ആക്കാം. ഞാൻ വളരെ എന്താണ് ക്യൂവിനെയും കിട്ടി, പവർഫുള്ളായി. അവനാകെ ഒരു പോണുള്ളൂ. എന്തായാലും കളി സ്റ്റേറ്റ്മെൻറ്റ് ആവില്ല എത്ര കാണിച്ചാലും. കാരണം ആ പോൺ ബ്ലാക്കിൻ്റെ കയ്യിലുള്ള ആ ഒരു പോൺ, അതായത് വാളിയുടെ കയ്യിലുള്ള ആ ഒരു പോൺ ഉള്ളിടത്തോളം കാലം സ്റ്റേറ്റ്മെൻറ്റ് ആവില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ അവനെ ചെക്ക് വെച്ച് മെയ്റ്റ് ആക്കാം ഗൈസ്. ആൻഡ് ഗൈസ് ദാറ്റ്സ് മെയ്റ്റ്. ഈ ഗെയിം വളരെ എളുപ്പമായിരുന്നു ഗൈസ്. അവൻ്റെ ഇലോ വളരെ കുറവായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത മാച്ചിൽ കുറച്ചും കൂടി ടഫായിട്ടുള്ള എനിമീസായിട്ട് കളിക്കാം. അവൻ്റെ കരച്ചിൽ കണ്ടില്ലേ, യു കാൺട്ട് വിൻ, ഐ എം ടെല്ലിങ് മൈ ഡാഡ് എന്നൊക്കെ. നമുക്ക് എന്തായാലും അവൻ്റെ കളീനെ നമുക്ക് അടുത്ത ട്രാഷ് ടോക്കറിനെ തോപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.